13 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 1000 ശംസുല്ലുലമക്ക് പകരം എന്റെ സ്വാഹിബിന്റെ രൂപം മതി നിങ്ങൾക്ക്. സുന്ദുസി മടവൂര്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നല്ല ഈണത്തിൽ മൂളാനും അതിനെ പറ്റിയ ഒരു ട്യൂണും ഉണ്ടെങ്കിൽ എന്ത് ഊളത്തരം പാടാനും യാതൊരു മടിയില്ലാത്തൊരു ചങ്ങായിൻ്റെ ഒരു പാട്ട്. മുമ്പ് ഇയാൾ തന്നെയാണ് മഹാനായ സി.എം. വലിയുല്ലാഹി അള്ളാഹു ആണ് പടച്ചോനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് വേറൊരു പാട്ട് കേട്ടിരുന്നു. അതിൽ അമ്പിയാക്കന്മാരുടെ അനന്തവകാശികൾ പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നെട്ടി എന്ന് പറഞ്ഞിട്ടൊരു വിഡ്ഢിത്തരം പറഞ്ഞുകൊണ്ടൊരു പാട്ട്. സമാനമായി അതിനേക്കാളും ഗുരുതരമായൊരു ഷിയായിസമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് 313 ബദരീങ്ങൾ. അതിന് സമാനമായി സി.എം. വലിയുല്ലാഹി മതിങ്ങൾക്ക് 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. ഷിയാക്കൾക്കല്ലാത്ത ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം, അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദറാണ് എന്ന്. ഏറ്റവും കൂടുതൽ ഫദലുള്ളത് അത് അസ്ഹാബുൽ ബദറിനാണ് എന്ന കാര്യം ഷിയാക്കൾക്കല്ലാത്തവർക്കൊക്കെ അറിയാം. വിശുദ്ധ ഖുർആനിൽ തന്നെ വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് പറഞ്ഞത്, വസാബിഖൂനൽ അവ്വലൂന എന്ന് പറഞ്ഞത് അത് ബഹുമാനപ്പെട്ട അഹ്ലു ബദറിനെ പറ്റിയാണ് എന്നും മഹാന്മാരാകുന്ന ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നും ഈ പാടിയവന് തന്നെ അറിയും. അവർ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ആളൊന്നുമല്ല. പിന്നെ എന്തിനാണ് ഇജാദിയൊക്കെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുന്നത്? അബദ്ധം എന്ന് പറയുന്നത് യാദൃശികമായി വന്നു പോകുന്ന എന്തെങ്കിലും ഒന്നാണ്. ആ കാര്യത്തിൻ്റെ കാരണം മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തും സ്വാഭാവികമായുള്ള ആളുകൾ. ഈ അബദ്ധം എന്ന് പറഞ്ഞാൽ അറിയാതെ സംഭവിച്ചതാണെങ്കിൽ, അതേ സമയത്ത് ചില സംഗതികൾ അറിഞ്ഞുകൊണ്ട് തന്നെ വിഡ്ഢിവേഷം കെട്ടിയിട്ട് ഇങ്ങനെ സമൂഹത്തെ പേപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ചങ്ങായിയാണ് ഇവൻ അറിയാം ഞാൻ ഈ പാടുന്നത് അബദ്ധമാണ് എന്നും തെറ്റാണ് എന്നും. പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ ഷിയായിസത്തിൻ്റെ സ്വാധീനമാണ് ഇവർ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിവൻ്റെ വേഷവിധാനത്തിലും അവൻ്റെ ആ കൈവിരലിൻ്റെ മോതിരത്തിലും ആ തലയെക്കെട്ടിൻ്റെ രൂപത്തിലുമൊക്കെ വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ്. പറയാതിരിക്കാൻ വയ്യ. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള 313 ആളുകൾ, സഹാബത്തുൽ കിറാം അടക്കമുള്ള ആളുകൾ, അവരെയാണ് ഈ പറഞ്ഞ അസ്ഹാബുൽ ബദർ 313 ആളുകൾ. അവർക്ക് ഞാൻ ഒറ്റക്ക് സി.എം. വലിയുല്ലാഹി ഒറ്റക്ക് മതി എന്നാണ് പറയുന്നത്. സി.എം. വലിയുല്ലാഹി വലിയാണ്, വലിയ ദർജയുള്ള ആളാണ്. അതൊക്കെയാണെങ്കിലും അസ്ഹാബുൽ ബദറിനോളം എത്തൂല, യാതൊരു സംശയമില്ല. അങ്ങനെ പറയാനേ പാടില്ല. അസ്ഹാബുൽ ബദറിനെ ഏതെങ്കിലും ഒന്ന് അവസാനത്തെ 313ാമത്തെ സഹാബിയുടെ ഫളിൽ പോലും ഒരു വലിയനും എത്തൂല. അതെങ്ങനെ എത്തുക? വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഈ 313 സഹാബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 313 പിന്നെ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹിനെ കാട്ടി മുകളിലാണോ? രണ്ടാം സ്ഥാനത്ത് പിന്നെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവരും കാട്ടി മുകളിലാണോ? എന്ത് ഉളുപ്പില്ലായ്മയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ മനഃപൂർവ്വം ഷിയായിസത്തിലേക്ക് കൊണ്ടുപോവുക. ഈ വേഷരൂപം കണ്ടിട്ട് ഇവൻ്റെ ഈ കൺമഷി എഴുതിയിട്ടുള്ള ഈ താടിമീശം ഈ രൂപത്തിൽ പാടി പറയുമ്പോൾ ചില ആളുകളെങ്കിലും ചില സ്ത്രീകളെങ്കിലും ഇവൻ്റെ ഇത് മദ്ഹല്ലേ പാടുന്നത് എന്ന് മനസ്സിലാക്കുകയും അവരുടെ ഹൃദയത്തിലെങ്കിലും ഒരു ഷിയായിസത്തിൻ്റെ സ്വാധീനം വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ, അത് അങ്ങനെക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവൻ കൃതജ്ഞനായി. അത് മാത്രമേ ഇവൻ്റെ ഒരു ഉദ്ദേശമുള്ളൂ. ഇത്തരം കഴിവുകളും പാട്ട് പാടാനുള്ള കഴിവും ട്യൂണ് കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതൊക്കെ മതപരമായ വിഷയത്തിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ഇയാൾക്ക് ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. അതേ സമയത്ത് ഇത്തരം കഴിവുകളൊക്കെയും
ഷിയായിസത്തിൻ്റെ സ്വാധീനത്തിന് വേണ്ടിയിട്ട് ഷിയായിസം ജനങ്ങളുടെ ഹൃദയത്തിൽ ഉത്തേജിപ്പിക്കാനും ഊട്ടിയുറക്കാനും വേണ്ടിയിട്ടാണ് നൽകുന്നത് എങ്കിൽ ഇയാളുടെ ദുനിയാവും ആഖിറവും സോഹ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി ഇതൊന്നുമല്ല, ഇതിനെക്കാട്ടും വലുതൊക്കെ വരാൻ പോവാണ്. അല്ലെങ്കിൽ ആരോടാണ് ഈ വേദ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇതറിയാത്തവരൊന്നുമല്ലല്ലോ. അസ്ഹാബുൽ ബദറിൻ്റെ പ്രത്യേകത അറിയാത്തവരാണ് ആരെങ്കിലും? കഴിഞ്ഞ റമദാൻ ഷരീഫിൽ പോലും അത് ഇവൻ്റെ നാട്ടിലടക്കം ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദറിൻ്റെ ഫളീലത്തുകൾ പറഞ്ഞുകൊണ്ട്, ഫളായിലുകൾ പറഞ്ഞുകൊണ്ട് നല്ലോണം കോയും പോത്തിറച്ചിയും പത്തിരിയൊക്കെ തിന്നവനാണ് ഇവനടക്കം. എന്നിട്ടും ആ ബഹുമാനപ്പെട്ട സഹാബത്തിനെയും ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദറിനെയും ഒക്കെ ഇകഴ്ത്തിക്കൊണ്ടാണ് പാടുന്നത്. ഷിയായികൾ ആ രൂപത്തിലേക്ക് അധപ്പതിച്ചു പോകാണ്ടായ കാരണം അവർക്ക് മഹാന്മാരോട് സ്നേഹം കഴിഞ്ഞിട്ടല്ല, അലിയാർ തങ്ങളെ സ്നേഹിക്കഴിഞ്ഞിട്ടല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഒക്കെ വലിയ ഉന്നത സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട അലി വലിയുള്ളാഹ് എന്ന് പറയുന്നിടത്തേക്ക് എത്തിയപ്പോഴാണ് ഷിയായികൾ ആ രൂപത്തിലെത്തിയത്. അർഹമായ സ്ഥാനമാണ് എല്ലാവർക്കും വെച്ചു കൊടുക്കേണ്ടത്. നസ്രാണിയായത് ഈസാ നബി അലൈഹി സ്വലാമിക്ക് അർഹമായ സ്ഥാനത്തേക്കാൾ ഉപരി അള്ളാഹുവിലേക്ക് ഉയർത്തിയത് കൊണ്ടാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവനൊക്കെ എന്നോ മുർത്തതാവും. കാരണം ബഹുമാനപ്പെട്ട സീം വലിയുള്ളാഹിയെ പഠിച്ചവനാണ് എന്ന് ഈ മുർത്തത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പറയുന്നതോ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ നേതാക്കന്മാരാകുന്ന അസ്ഹാബുൽ ബദറിനേക്കാളും അസ്ഹാബുൽ ബദർ 313 അവർക്ക് പകരമായിക്കൊണ്ട് ഞാൻ ഒറ്റക്ക് മതി എന്ന് സീം വലിയുള്ളാഹി പറഞ്ഞു എന്നുള്ള പച്ചക്കളവ്. ആരോടാ പറഞ്ഞത്? അങ്ങനെ ഇവൻ ആ ധ്വനി കേട്ടാൽ തോന്നുന്നില്ല ഇവനോട് പറഞ്ഞു എന്നുള്ളത്. രണ്ടാമത് ഇവൻ പറയുന്നത് എന്താണ്? 1000 ശംസുൽ ഉലമമാർക്ക് എൻ്റെ ഫോട്ടോ മതിയെന്ന്. ബഹുമാനപ്പെട്ട സീം വലിയുള്ളാഹിയുടെ ആ കിടക്കുന്ന ഫോട്ടോ മതിയെന്ന്. അത് മറ്റൊരു അസംബന്ധവും കളവുമാണ്. 1000 ശംസുൽ ഉലമക്ക് പകരം എൻ്റെ സ്വാഹിബിൻ്റെ രൂപം മതി നിങ്ങൾക്ക്. ഒരു ആലിമിൻ്റെ സ്ഥാനം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ആരിഫിനെ പോലുള്ള അല്ല. ആരിഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അടുത്തറിഞ്ഞവരാണ്. ആ അടുത്തറിഞ്ഞ അയാൾക്ക് മാത്രമേ അതിൻ്റെ ഇൽവെത്തുന്നുള്ളൂ. അതേ സമയത്ത് ഒരു ആലിമ അങ്ങനെയല്ല. ആലിമിൻ്റെ പേന എന്ന് പറഞ്ഞിട്ടെങ്കിൽ അതിൽ മുഴുവനായി ബിൽമാനുള്ളത്. ലോകത്തുള്ള മുഫസ്സിരീങ്ങളായ ആളുകൾ, ആലിമീങ്ങളായ ആളുകളൊക്കെ അവർ കിതാബിലൂടെ എഴുതി വെച്ചത് കൊണ്ടാണല്ലോ പിൻകാലത്ത് വരുന്ന ആളുകളൊക്കെ ആ വിവരം അറിഞ്ഞത്. അവർക്ക് വിജ്ഞാനമൊക്കെ കിട്ടിയത് എന്തുകൊണ്ടാണ്? ആലിമീങ്ങൾ എഴുതി വെച്ചത് കൊണ്ടാണ്. മഹാനായ ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ പോലുള്ള അല്ലെങ്കിൽ പിൽക്കാലത്തും മുൻകാലത്തുമുള്ള വലിയ വലിയ ആലിമീങ്ങൾ അവർക്ക് സമമാണ് ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. ആ ഫോട്ടോ നിന്ദിച്ചതാണോ ആലിമീങ്ങളെ നിന്ദിച്ചതാണോ എന്ന് ഈ ഷിയാവട്ടൂരി തന്നെ ചിന്തിക്കട്ടെ. ഈ ജാതി ഉഡായിപ്പുകളായിട്ട് വരും. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഒരു കാലഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിലുള്ള ആളുകൾ, അത്തരം ആളുകളായിരിക്കും ആകാശത്തിൻ്റെ ചുവട്ടിലെ ഏറ്റവും വലിയ നീചരായ നികൃഷ്ടരായ ആളുകൾ. അൽ ഉലമാ സൂ, ഈ രൂപത്തിലുള്ള ആളുകളായിരിക്കും പേച്ചാശയത്തിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിതന്മാർ, പേച്ചാശയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഷിർക്കിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിതന്മാർ. അതാണ് ആ കൂട്ടത്തിൽപ്പെട്ടാണ് ഇതൊക്കെ. ഇവനൊക്കെ തൗബ ചൊല്ലി മടങ്ങാനുള്ള അവസരമുണ്ട് കേട്ടോ. പക്ഷേ ഇത്തരം ആളുകൾക്ക് തൗബ ചെല്ലാനുള്ള അവസരം അള്ളാഹു കൊടുക്കൂല. കാരണം ഇവൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ചെയ്യുന്നതൊരു തെറ്റാണെന്നുള്ള ബോധ്യം ഇതുവരെ വന്നിട്ടില്ല. അവന് വന്നിട്ടില്ല. ഇപ്പോഴും ചില ആളുകളൊക്കെ പറയുന്നത് ഇതൊക്കെ മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരമായിരിക്കും. ആരാ കൊടുത്തത് നിർദ്ദേശം? ഗുരുവട്ടൂർ ഹക്കീമിന് കൊടുക്കുന്ന പോലെ വല്ല ശൈത്താൻ കൊടുക്കുന്നുണ്ടാകും. അതാണല്ലോ നിരന്തരം ഇസ്ലാമിൻ്റെ ആശയത്തിനെതിരായിക്കൊണ്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മൈക്കും ഒരു ട്യൂണും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് തോന്നിയാത്തും പാടാൻ തയ്യാറാണ് ഇവൻ. എന്താ ചെയ്യുക? ഇത്തരം ആളുകൾ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാം. ഇനി നന്നാക്കി കൊടുക്കണില്ലെങ്കിൽ അർഹമുറായ്മായ പഠിച്ച തമ്പുരാനെ ഇത്തരം ആളുകളുടെ ഷെറിൽ നിന്ന് നമ്മളെയും നമ്മളെ അഹ്ലിയെയും അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്യാം. അതില്ലാത്ത മാർഗ്ഗമല്ല. ഇത്തരം ആളുകളിൽ നിന്ന് ഇത്തരം ആളുകളെ കാണുമ്പോൾ ഓടി അകലണം. എത്രയാണോ ഓടിയത് അത്രയും ഈമാൻ രക്ഷപ്പെടും.
എത്ര സ്പീഡിലാണ് ഓടുന്നത് അത്രയും ഈമാൻ രക്ഷപ്പെടും. അങ്ങനെയാണ്. കാരണം പറഞ്ഞ് ഇപ്പോൾ എത്രത്തോളം എത്തി, ഇപ്പോൾ എവിടെ എത്തി കാര്യം.